PV അൻവറിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഫോൺ ചോർത്തലിലാണ് MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത്. നെടുങ്കുന്നം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. പ്രവീണ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീണ, ആരുടെ ഫോണാണ് ചോർത്തിയത്? ഈ തോമസ് പീലിയാനിക്കലിനകത്ത് എന്താണ് കാര്യം? അരുൺ, ഈ തോമസ് പീലിയാനിക്കൽ ഒരു പൊതുപ്രവർത്തകനാണ്. ഈ പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹം നൽകിയിരിക്കുന്ന കേസുകൾ അനുസരിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ നിയമം, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു രഹസ്യ സ്വഭാവം പാലിക്കേണ്ട പല കാര്യങ്ങൾ, സ്വകാര്യതയുടെ ലംഘനം അടക്കം പറഞ്ഞാണ് ഈ പൊതുപ്രവർത്തകൻ പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കറുകച്ചാൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ തോമസ് പീലിയാനിക്കലിന്റെ സ്ഥലം നെടുങ്കുന്നമാണ്. അതനുസരിച്ചുള്ള പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. പൊതുപ്രവർത്തകനാണ്. ആ ഒരു ഇത് വച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നതനുസരിച്ച് PV അൻവർ തന്നെ മാധ്യമങ്ങൾ വഴി താൻ ഫോൺ ചോർത്തിയെന്നും ചോർത്തേണ്ട സാഹചര്യം നിലവിൽ വന്നു എന്നും അദ്ദേഹം തന്നെ പറഞ്ഞ സ്ഥിതിക്കാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഗവർണറും മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ പറയുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു PV അൻവർ ഫോൺ ചോർത്തലിനെ കുറിച്ചൊരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. പ്രവീണ, പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ PV അൻവറുമായി സംസാരിച്ചപ്പോൾ PV അൻവർ ഏതെങ്കിലും തരത്തിൽ ഫോൺ ചോർത്തിയതായി പ്രാഥമികമായിട്ട് വിവരമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഈ വാട്സപ്പ് കോൾ അത് മറ്റേ ഒരു ഫോൺ ഉപയോഗിച്ച് ചോർത്തി എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന് വന്ന വാട്സപ്പ് കോൾ മറ്റൊരു ഫോണിലെ റെക്കോർഡിംഗ് സംവിധാനം ഉപയോഗിച്ച് പകർത്തി എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ PV അൻവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഈ വിവരാവകാശ പൊതുപ്രവർത്തകൻ തോമസ് പീലിയാനിക്കൽ കേസ് കൊടുത്തിരിക്കുന്നത്? നമുക്കിപ്പോൾ കിട്ടുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, കാരണം പല ഫോണുകളും എനിക്ക് ചോർത്തേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നുള്ളതാണ്. സ്വാഭാവികമായും നിലവിൽ സർക്കാർ പോലും PV അൻവറിനെതിരെ തിരിഞ്ഞ സ്ഥിതിക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അത്തരത്തിലുള്ള നീക്കമാണോ എന്നതടക്കമുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതൊരു പൊതുപ്രവർത്തകനാണ്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളുമായൊക്കെ മുന്നോട്ട് വരുന്ന ആളാണെന്ന് പോലീസും പറയുന്നുണ്ട്. എന്തായാലും പരാതി കിട്ടിയ സ്ഥിതിക്ക് FIR കണ്ടാൽ മതി എന്ന് തോന്നുന്നു. എനിക്ക് സർക്കാരിന്റെ നീക്കമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രവീണ. നിലവിൽ പറ്റില്ല. പക്ഷേ നിലവിൽ സർക്കാർ കൂടി എതിരായ സ്ഥിതിക്കും ഇങ്ങനെ ഒരു പരാതി വന്ന സ്ഥിതിക്കും ഇതൊരു പരാതി കിട്ടിയാൽ അത് എടുക്കാതെ പോയാൽ പോലീസിനെതിരെ ഉയരുന്ന പരാതികൾ, ആക്ഷേപങ്ങൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ്, പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകനാണ്, എല്ലാ തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണെന്ന് പോലീസും പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ഒരു പരാതിയുമായി വന്നപ്പോൾ എന്നാൽ അതിൽ പരാതി സ്വീകരിക്കാം, അതിൽ കേസിടാം എന്നുള്ള തരത്തിലേക്ക് നീങ്ങിയത്. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ PCR-ലേക്ക് കൊടുക്കുക. നമുക്ക് ഇദ്ദേഹത്തെ തന്നെ നേരിട്ട് വിളിച്ചാൽ എന്താണ് ഇദ്ദേഹം കേസ് കൊടുക്കാൻ നമുക്ക് ചോദിക്കാം. പ്രവീണ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പക്ഷേ സർക്കാർ സ്വമേധയാ എടുത്ത കേസല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെടുങ്കുന്നം സ്വദേശിയായ തോമസ് പീലിയാനിക്കൽ എന്ന പൊതുപ്രവർത്തകൻ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്കതിനെ സർക്കാരിന്റെ നീക്കമായി വ്യാഖ്യാനിക്കാനേ കഴിയില്ല. കാരണം ഇദ്ദേഹം ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ കൊടുക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, പ്രേക്ഷകർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് സർക്കാരിൻ്റെ നീക്കമായി ഈ നിമിഷത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഫോൺ ചോർത്തി എന്ന് PV അൻവർ അന്ന് നമ്മളോടാണ് ആദ്യം പറയുന്നത്. പക്ഷേ അദ്ദേഹം നമ്മളോട് അത് വിശദീകരിക്കുന്നുണ്ട്. ഫോൺ ചോർത്തി എന്ന് പറഞ്ഞത് വാട്സപ്പ് കോളുകൾ എടുത്തു എന്നുള്ളതാണ്. വാട്സപ്പ് കോളുകൾ തൻ്റെ മറ്റൊരു മൊബൈൽ ഫോണിലൂടെ അതിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തു. അങ്ങനെയാണ് സുജിദാസിൻ്റെ ഫോൺ ചോർത്തി എന്നുള്ള വിവരം വരുന്നത്. ഫോൺ ചോർത്തുകയല്ല യഥാർത്ഥം ചെയ്തത്, ഫോൺ റെക്കോർഡ് ചെയ്തു. ആ ശബ്ദം അദ്ദേഹം മറ്റൊരു ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ കേസെടുക്കാനൊന്നും കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോൺ ചോർത്തലിലാണ് MLA-ക്കെതിരെ കോട്ടയം കറുകച്ചാൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നെടുങ്കുന്നം സ്വദേശിയാണ് ഇപ്പോൾ പരാതി നൽകിയ തോമസ് പീലിയാനിക്കൽ. സ്വകാര്യ ഹർജിയാണ്.